പ്രിയപ്പെട്ടവരെ, ഫിഖ് പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. അവസാനത്തെ പാഠം മുതൽ ഒന്നാമത്തെ പാഠം വരെയാണ് നമ്മൾ നോക്കുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഒരു ആവർത്തി ഒന്ന് കേട്ട് നോക്കട്ടോ. ഇതിൽ ആദ്യത്തേത് കുനൂത്താണ്. കുനൂത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതൊന്ന് ഒരാവർത്തി വായിച്ച് നോക്കുക. ശേഷം നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. ാണുള്ളത്. കുനൂത്തുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാദാല യകുനൂതു ഫിൽ ഫജ്രി ഹത്താ ഫാറഖ ദുനിയ. ഈ ലോകത്തോട് വിട പറയുന്നത് വരെ സുബഹി നിസ്കാരത്തിൽ നബി തങ്ങൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കുനൂത്ത് ഓതാറുണ്ടായിരുന്നു എന്നുള്ളത് കുനൂത്തിൻ്റെ തെളിവാണ്. ഇനി ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാനമായും ഒന്ന് റുക്കു എന്നാൽ എന്ത് എന്നുള്ളതാണ്. റുക്കു എന്നാൽ എന്തെന്ന ചോദ്യത്തിന് രണ്ട് ഉള്ളം കൈകൾ രണ്ട് കാൽമുട്ട് എത്തുന്ന വിധം കുനിയലാണ് റുക്കു എന്ന് പറഞ്ഞാൽ. അഥവാ നമ്മുടെ ഒരു മനുഷ്യന് ഇങ്ങനെ നിന്നാൽ അവൻ്റെ രണ്ട് കൈകൾ കാലിൻ്റെ മുട്ട് വരെ എത്തുന്നത് വരെ കുനിയുന്നതിനാണ് എന്തെന്ന് പറയുക? റുക്കു എന്ന് പറയാം. ഓക്കെ, രണ്ട് ഉള്ളൻ കൈകളാണ്, മനസ്സിലാക്കി വെക്കുക. രണ്ട് കാൽമുട്ടിൽ എത്തും വരെ, അതേ ഇതിൽ പോയിൻ്റ് ആയിട്ടുള്ളൂ. ശേഷം എഴുത്തിതാൽ എന്താണെന്നുള്ള ചോദ്യമുണ്ട്. റുക്കുവിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മടങ്ങലാണ് എഴുത്തിതാൽ. റുക്കുവിന് മുമ്പുണ്ടായിരുന്ന, അഥവാ റുക്കു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കുനിയലാണ്. അവൻ്റെ രണ്ട് കാൽമുട്ടിൽ കൈയെത്തുന്നത് വരെ കുനിയലാണ് റുക്കു. എന്നാൽ അതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക്, ഖിയാമിലേക്ക് തിരിച്ചെത്തുന്ന അവസ്ഥയാണെന്ത്? എഴുത്തിതാൽ എന്ന് പറഞ്ഞാൽ. റുക്കുവിൽ സുന്നത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. രണ്ടെണ്ണം പഠിച്ചു വെക്കുക. റുക്കുവിൽ മുതുകും പിരടിയും സമമാവൽ സുന്നത്താണ്. മുൻകൈ കൊണ്ട് കാൽമുട്ട് പിടിക്കൽ സുന്നത്താണ്. ഓക്കെ, പിന്നെ റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ നമ്മൾ എന്താ ചെല്ലേണ്ടതെന്നല്ല, സമി അല്ലാഹു ലിമൻ ഹമീദ എന്നാണ് ചെല്ലേണ്ടത്. പിന്നെ റുക്കുവിൽ തന്നെ നമ്മൾ ചെല്ലാറുള്ളത് സുബ്ഹാന റബ്ബിയൽ അലി വബിഹംദി എന്ന് 3 പ്രാവശ്യം ചെല്ലണം. ശേഷം നമ്മൾ എഴുത്തിതാലിലേക്ക് സമി അല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞ് എഴുത്തിതാലിലേക്ക് ഉയരുമ്പോൾ അവിടെ നമ്മൾ റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാത്തി വമിൽ അല്ലാഹു വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് എന്നാണ് ചെല്ലാറുള്ളത്. പിന്നെ സുബഹി നിസ്കാരത്തിലും അതേപോലെ കുനൂത്ത് എപ്പോഴാണ് ഓതേണ്ടത് എന്നുള്ളതാണ്. സുബഹി നിസ്കാരത്തിലും റമദാനിലെ 2ാം പകുതിയിലെ വിത്തർ നിസ്കാരത്തിലുമാണ് കുനൂത്ത് സുന്നത്തുള്ളത്. സുബഹി നിസ്കാരത്തിലും അതേപോലെ റമദാനിലെ 2ാം പകുതിയിലെ വിത്തർ നിസ്കാരത്തിൽ, അഥവാ 15-ന് ശേഷം. ഇനി നമുക്ക് അർക്കാൻ സ്വലാത്ത് 2 10ാമത്തെ പാഠമാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവന് നിസ്കാരമില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഇതിൽ ഉത്തരങ്ങൾ എഴുതാമെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഫർള് നിസ്കാരത്തിൽ ഖിയാമ് നിർബന്ധമാണ്. ആർക്കെന്നാണ്? നിൽക്കാൻ കഴിവുള്ളവന്, നിൽക്കാൻ കഴിയുന്നവന് നിൽക്കൽ നിർബന്ധമാണ്. പിന്നെ നിൽക്കൽ ഫർളാണ്. ഏത് നിസ്കാരത്തിൽ നിന്നാണ്? ഫർള് നിസ്കാരത്തിലാണ് നിൽക്കൽ ഫർള് നിർബന്ധം. അല്ല, സുന്നത്ത് നിസ്കാരത്തിൽ നമുക്ക് എങ്ങനെയും നിസ്കരിക്കാം. പിന്നെ മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവന് കിബിലക്ക് മുന്നിടേണ്ടത് എന്തുകൊണ്ടാണ്? അവനവൻ്റെ മുഖം ഉള്ളംകാല് എന്നിവ കൊണ്ട് കിബിലക്ക് മുന്നിടണം. പിന്നെ മസ്ബൂക്ക് എന്ന് പറയുന്നത് ആരാണെന്നാണ്? ഇമാമോടൊപ്പം ഖിയാമിൽ ഫാത്തിഹയ്ക്ക് സമയം കിട്ടാത്തവനാണ് മസ്ബൂക്ക്. ഫാത്തിഹയ്ക്ക് സമയം കിട്ടാത്തവനാണ് മസ്ബൂക്ക്. നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടേണ്ടത് ആരാന്നാണ്? നിന്നും ഇരുന്നും നിസ്കരിക്കുന്നവനാണ് നെഞ്ചുകൊണ്ട് കിബിലക്ക് മുന്നിടേണ്ടത്. എന്നാൽ മലർന്ന് കിടക്കുന്നവൻ്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. അവനവൻ്റെ മുഖവും ഉള്ളംകാലും കൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത്. ഓക്കെ, പിന്നെ ഫാത്തിഹയിൽ ഷദ്ദുകൾ എത്ര ഉണ്ട്? 14 ഷദ്ദുകളുണ്ട് ഫാത്തിഹയിൽ. ഓക്കെ, പിന്നെ അടയാളപ്പെടുത്താൻ, ശരിയും തെറ്റും അടയാളപ്പെടുത്താണ്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കട്ടോ. ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അതിലൊരു 2-3 എണ്ണം പഠിച്ചു വെക്കുക. ഒന്ന് ഷദ്ദ്, മദ്, ഹർഫുകൾ, മഖ്റജുകൾ, അങ്ങനെ. ഫാത്തിഹ ഓതുന്ന സമയത്ത് നമ്മൾ തുടർച്ചയായിട്ട് ഓതി പോകണം. ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മിണ്ടാതിരിക്കാൻ, അല്ലെങ്കിൽ മുവാലാത്ത് നഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോകും. ഫാത്തിഹ ഓതേണ്ടത് ഇല്ലാത്തവൻ ആരാന്നാണ് ചോദ്യം. ഇമാമോടൊപ്പം ഖിയാമിൽ ഫാത്തിഹയ്ക്ക് സമയം കിട്ടാത്തവൻ ഫാത്തിഹ ഓതേണ്ടതില്ല, അഥവാ മസ്ബൂക്കിന് ഫാത്തിഹ ഓതേണ്ടതില്ല. ബിസ്മിക്ക് മുമ്പ് നമ്മൾ ഔദുവാണ് ഓതേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഈ പാഠത്തിലുള്ളൂ. അതായത് 9ാമത്തെ പാഠമാണ്. അർക്കാനു സ്വലാത്ത് 1 ഫർള് നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ നിർബന്ധമായ 3 കാര്യങ്ങളുണ്ട്. അഥവാ നമ്മൾ നിയ്യത്ത് വെക്കുന്ന സമയത്ത് ഉസല്ലി ഫർള ലുഹ്രി അല്ലെങ്കിൽ ഇശായി 40 റക്അത്തിന് മുതവജ്ജിഹൻ ഖിബ്ലത്തി അദാനില്ലാഹി തആല എന്ന് നമ്മൾ നിയ്യത്ത് വെക്കുന്ന സമയത്ത് അതിൽ നിർബന്ധമായ 3 കാര്യങ്ങളുണ്ട്. അതില്ലെങ്കിൽ നിയ്യത്ത് നിസ്കാരം തന്നെ ശരിയാവില്ല. അതാണ് ഞാൻ നിസ്കരിക്കുന്നു, ഏത് നിസ്കാരമാണ് എന്നുള്ളത്, അത് ഫർളാണ്. ഈ 3 കാര്യങ്ങൾ, ഉസല്ലി എന്നുള്ളത്, ഫർള് എന്നുള്ളത്, പിന്നെ അസ്രി അല്ലെങ്കിൽ ലുഹ്രി ഏതാ നിസ്കാരം എന്നുള്ളത്, ഈ 3 കാര്യങ്ങളില്ലെങ്കിൽ നിയ്യത്ത് എന്ത് ചെയ്യില്ല? ശരിയാവില്ല. ശേഷം അർക്കാനു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ്. ഫർള് നിസ്കാരത്തിൽ പെട്ടതും അതില്ലാതെ നിസ്കാരം സഹിഹാവാത്തതുമായ കാര്യങ്ങൾക്കാണ് അർക്കാനു സ്വലാത്ത്, നിസ്കാരത്തിൻ്റെ ഫർളുകൾ എന്ന് പറയുന്നത്. പിന്നെ നിയ്യത്തിൽ സുന്നത്തായ കാര്യങ്ങൾ എന്തെല്ലാം? 2 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. റക്അത്തുകളുടെ എണ്ണം അതാ ആണോ, ഫർളാണോ, അതാ ആണോ, ഖളാ ആണോ എന്നുള്ളത് നോക്കുക. അള്ളാഹുവിന് വേണ്ടി എന്നുള്ളത് എന്ന് 2 എണ്ണം പഠിച്ചു വെക്കുക. പിന്നെ ഉസല്ലി ഫർളൽ അസ്ർ എന്ന് മാത്രം നിയ്യത്ത് ചെയ്താൽ മതിയാവും എന്നാണ്. അങ്ങനെ ചെയ്താലും മതിയാവും. കാരണം ഞാൻ നിസ്കരിക്കുന്നു, ഏത് ഫർളാണ് എന്ന് പറഞ്ഞു, ഏത് നിസ്കാരമാണെന്നും പറഞ്ഞു, അതുകൊണ്ട് നിസ്കാരം ശരിയാവും. ഇതിൽ നമ്മൾ നിയ്യത്തുകൾ പൂർണ്ണമായ രൂപം നമ്മൾ നിയ്യത്തുകളുടേത് പഠിച്ചു വെക്കുക, ഓരോ നിസ്കാരത്തിൻ്റെത്. അതേപോലെ അതിൻ്റെ അർത്ഥവും പഠിച്ചു വെക്കുക. അപ്പം ഉസല്ലി ഫർള് ലുഹ്രി എന്ന് പറഞ്ഞാൽ ലുഹർ എന്ന ഫർള് 4 റക്അത്ത് കിബിലക്ക് മുന്നിട്ട് അതാ ആയി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്നുള്ള അർത്ഥവും പഠിച്ചു വെക്കുക കേട്ടോ. തൈമൂം എന്നുള്ള പാഠം നോക്കാം. തൈമൂം എന്ന് പറഞ്ഞാൽ വുളൂ, കുളി എന്നുള്ളതിന് പകരം നമ്മൾ ചെയ്യുന്ന കാര്യമാണ് തൈമൂം എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യന് വെള്ളം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചെയ്യുന്നതാണ് തൈമൂം. തൈമൂമിൽ കൈ തടവണം എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ ഇടത് കൈ കൊണ്ട് വലത് കൈ തടവുക, ശേഷം വലത് കൈ കൊണ്ട് ഇടത് കൈയും തടവുക.
എങ്ങനെയാണ് തടവേണ്ടത്? നമ്മുടെ വിരലുകളുടെ തല മുതൽ മുട്ട് ഉൾപ്പെടെ ആണ് തടവേണ്ടത്. ഒരു മനുഷ്യൻ്റെ കൈ ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ്റെ കൈ എന്ന് വെച്ചാൽ ഇവിടെ കൈമുട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് താഴെ വരെ തടവുന്ന രീതിയാണ്. ഓക്കെ, ശേഷം അങ്ങനെ കറക്കി ഇങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തടവേണ്ടത്. സമയം നിർബന്ധമാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് തയമ്മും ചെയ്യേണ്ടത് എപ്പോഴാണെന്നാണ്. സമയം നിർബന്ധമാക്കപ്പെട്ട പറഞ്ഞാൽ നമ്മൾ ഫർള് നിസ്കാരങ്ങൾ. അപ്പോൾ അതിനെപ്പോഴാണ്? സമയം ആയ ശേഷം മാത്രമേ തയമ്മും ചെയ്യാൻ പാടുള്ളൂ. അഥവാ ഇപ്പം ളുഹർ നിസ്കാരത്തിന് വേണ്ടിയാണ് നമ്മൾ തയമ്മും ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാങ്ക് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? തയമ്മും ചെയ്യാൻ പാടുള്ളൂ. ഒരു തയമ്മും കൊണ്ട് നമുക്ക് എന്തെല്ലാം നിസ്കരിക്കാം എന്നുള്ളതാണ്. ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാൻ പറ്റൂ. പക്ഷേ മയ്യത്ത് നിസ്കാരവും സുന്നത്ത് നിസ്കാരമൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം. ഫർള് ഒന്നേ നിഷ്കർഷിക്കുന്നുള്ളൂ. ഒരു മനുഷ്യന് ളുഹറിൻ്റെ സമയത്ത് തയമ്മും ചെയ്താൽ അസർ വരെ അവൻ എന്ത് വേണമെങ്കിലും നിസ്കരിക്കുക. പക്ഷേ അസർ നിസ്കരിക്കുകയാണെങ്കിൽ വീണ്ടും തയമ്മും ചെയ്യണം. ഓക്കെ, ശേഷം ഉത്തരം എഴുതാമെന്നുള്ളതാണ്. തയമ്മും എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. നിയത്തോടു കൂടി മുഖത്തും 2 കൈകളിലും തഹൂറായ മണ്ണ് ഉപയോഗിക്കുന്നതിനാണ് തയമ്മും എന്ന് പറയാം. നിയത്ത് വേണം. അതേപോലെ 2 കൈകളിലും മുഖത്തും തഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമ്മും. ആരാണ് തയമ്മും ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വെള്ളം കിട്ടാതെ വരികയോ ഉപയോഗിക്കാൻ കഴിയാതെ വരികയോ ചെയ്തവർ, അല്ലെങ്കിൽ ആ അവസരത്തിലാണ് നമ്മൾ വുളൂഇനും കുളിക്കും പകരം തയമ്മും ചെയ്യേണ്ടത്. തയമ്മുവിൻ്റെ നിയത്ത് എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്നാണ്. തയമ്മും ബാത്തിലാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വുളൂ മുറിയുന്ന വല്ലതും ഉണ്ടായാൽ തയമ്മും എന്ത് ചെയ്യും? ബാത്തിലാവും. ഓക്കെ, വുളൂ മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു 1-2 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. 1, മലമൂത്രദ്വാരങ്ങളിൽ കൂടെ മനിയല്ലാത്ത പുറപ്പെടുക. 2, ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക. ഓക്കെ, ആ 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇനി ശേഷം ഇതിൽ ശരിയും തെറ്റും അടയാളപ്പെടുത്താനുണ്ട്. അത് നിങ്ങൾ വായിച്ച് നോക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ.